നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില പ്ലാസ്റ്റിക് പാക്കറ്റുകൾ ഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, മറ്റു ചിലതാണെങ്കിൽ വളരെ ഈസിയുമാണ്. പ്രോഡക്റ്റിൻ്റെ ഫീച്ചറിനനുസരിച്ചിട്ടാണ് ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് പാക്കിങ്ങിന് വേണ്ടതെന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് LDP, അതായത് ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. ഇത് സോഫ്റ്റും അതേപോലെ തന്നെ ഫ്ലെക്സിബിളും ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന ബ്രെഡ് അല്ലെങ്കിൽ ഫ്രോസൺ പ്രോഡക്ട്സിന് വേണ്ടിയിട്ടാണ്. അടുത്തൊരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ HDP ആണ്, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ. ഇത് കൂടുതൽ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള പ്രോഡക്ട്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതായത് മിൽക്ക്, ഓയിൽ, ഡിറ്റർജൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. മറ്റൊരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ PP ആണ്, പോളിപ്രൊപ്പലൈൻ. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്നാക്സ്, ബിസ്ക്കറ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് PVC ആണ്, പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയും. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ചുകൾ മാനുഫാക്ചർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ PET ആണ്. ഇത് പോളിയെത്തിലീൻ ടെറാഫെത്തലൈറ്റ് എന്നാണ് പറയുന്നത്. മിനറൽ വാട്ടർ, കൂൾ ഡ്രിങ്ക്സ്, ഓയിൽസ് ഒക്കെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോട്ടിൽസ് ആണ് ഇത് വെച്ച് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫുഡ് പാക്കിംഗ് രംഗത്തുള്ള ഒരു മെറ്റീരിയലാണ് മൾട്ടി ലാമിനേറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോളിയെത്തിലീൻസ് ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കുന്ന ഈ പൗച്ചുകൾ ഹൈ ക്വാളിറ്റി ഫുഡ് പ്രോഡക്ട്സ്, അതായത് കോഫി ബീൻസ്, സ്നാക്സ്, ചിപ്സ്, കറി പൗഡറുകൾ, ഇവ പാക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാക്കേജിങ് മെറ്റീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു. പാക്കിംഗ് മെഷീൻസും പാക്കിംഗ് രംഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.